നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ലൂക്ക മോഡ്രിച്ച് റയൽ മാഡ്രിഡിൽ ഒരു വർഷം കൂടി തുടരാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ക്ലബിന് അതിൽ താല്പര്യമില്ല. അങ്ങനെ അദ്ദേഹം വഴി പിരിയുകയാണ് എന്ന് നമ്മൾ ഇന്നലെ തന്നെ സ്പാനിഷ് മാധ്യമങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് താഴെ പലർക്കും അതത്ര ദഹിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിശ്വാസമുള്ള ആള് തന്നെ അത് തന്നെ പറയുന്നു. യെസ്, ലൂക്ക മോഡ്രിച്ച് അവിടെ തുടരാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ റയൽ ഒഴിവാക്കിയതാണ് എന്ന് ഫബ്രീസിയോ റൊമാനോ സ്ഥിരീകരിക്കുന്നു. റൊമാനോയുടെ ട്വീറ്റ് നോക്കാം. ലൂക്ക മോഡ്രിച്ച് പ്ലാൻഡ് ടു കണ്ടിന്യൂ അറ്റ് റയൽ മാഡ്രിഡ്. ഇറ്റ് വാസ് ഹിസ് ഡ്രീം ടു സ്റ്റേ, ബട്ട് റയൽ മാഡ്രിഡ് ഹാവ് ഡിസൈഡഡ് ടു പാർട്ട് വേസ് ആൻഡ് ഓപ്പൺ എ യങ്ങർ എറ. എങ്ങനെ ഇരിക്കുന്നു ഇപ്പൊ? എങ്ങനെ ഇരിക്കുന്നു? നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തപ്പോൾ ചോദിച്ചവരോടാണ്. നോക്കുക, ലൂക്ക മോഡ്രിച്ച് അവിടെ തുടരാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്ലാൻ. ഇറ്റ് വാസ് ഹിസ് ഡ്രീം ടു സ്റ്റേ. അവിടെ തുടരുക എന്നുള്ള അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു. പക്ഷേ റയൽ മാഡ്രിഡ് തീരുമാനിച്ചു, വഴി പിരിയാൻ തീരുമാനിച്ചു. ഒരു യങ്ങർ എറ ഓപ്പൺ ചെയ്യാൻ, അതായത് യുവതാരങ്ങളുടെ ഒരു കാലഘട്ടം ഓപ്പൺ ചെയ്യാൻ റയൽ ആഗ്രഹിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് വെറ്ററൻ താരമായ ലൂക്ക മോഡ്രിച്ചിനെ ഒഴിവാക്കാൻ റയൽ തീരുമാനിക്കുന്നത്. അപ്പോൾ മോഡ്രിച്ച് എപ്പോഴും റയലിന്റെ തീരുമാനങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നയാളാണ്. മോഡ്രിച്ച് ഓൾവേസ് റെസ്പെക്റ്റഡ് ക്ലബ്സ് ഡിസിഷൻ ആൻഡ് ലീവ്സ് ഓൺ ഗ്രേറ്റ് ടേംസ് ആസ് റയൽ ലെജൻഡ്. അപ്പോൾ റയലുമായി പ്രശ്നം ഉണ്ടാക്കിയിട്ടല്ല അദ്ദേഹം പോകുന്നത്. റയലിന്റെ തീരുമാനം അതാണെങ്കിൽ അത് അദ്ദേഹം ഉൾക്കൊള്ളുന്നു. എന്നിട്ട് ഗ്രേറ്റ് ടേംസിൽ ലെജൻഡായിട്ട് തന്നെ അദ്ദേഹം പടിയിറങ്ങുന്നു. ഫൈനൽ ഗെയിം അറ്റ് ബെർണാബ്യൂ ഓൺ സാറ്റർഡേ. നാളത്തെ റയൽ സൊസിഡാഡുമായിട്ടുള്ള മത്സരം അദ്ദേഹത്തിന്റെ ബെർണാബ്യൂവിലെ അവസാന കളിയായിരിക്കും. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അപ്പോൾ അത് തന്നെയാണ് സംഭവം. ലൂക്ക മോഡ്രിച്ച് തുടരാൻ ആഗ്രഹിച്ചിരുന്നു. റയൽ മാഡ്രിഡാണ് അത് വേണ്ടെന്ന് വെച്ചത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.